SUV ക്യാരക്ടർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബോണ്ടിൽ കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ. കാരണം നമ്മൾ ഈ ഒരു സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെന്റർ നമുക്ക് അഡ്ജസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. പക്ഷെ ഇതിൽ എല്ലാ ഹെഡ് റെസ്റ്റും നമുക്ക് ഇലക്ട്രോണിക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റും കൂടിയാണ് ഇതിന്റെ ഒരു ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഫീച്ചേഴ്സ് ഈ ഒരു സുസുക്കിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു അഡാസ് ഫീച്ചേഴ്സ് പോലും നമ്മൾ ഇന്നേ വരെ സുസുക്കിയിൽ കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ടും നമ്മൾ ശരിക്കും ഇതിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പൊ ഫ്രണ്ട് പ്രൊഫൈൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എനിക്ക് റൈറ്റ് സൈഡ് വേണം. നമ്മളൊരു കാർ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ചെക്ക് ചെയ്യും. അതൊരു കാറിനാണ് അതിൻ്റെ റീസെയിൽ വാല്യൂ, ബ്രാൻഡ് വാല്യൂ, അതൊരു ഫ്യൂൽ എഫിഷ്യൻസി, മെയിൻ്റെനൻസ്. ഇന്നത്തെ വീഡിയോ എൻ്റെ കൂടെ ഉള്ളത് നമ്മൾ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡ്. യെസ്, ഇറ്റ്സ് സുസുക്കി. ഇന്നത്തെ വീഡിയോ എൻ്റെ കൂടെ ഉള്ളത് സുസുക്കിയുടെ ലേറ്റസ്റ്റ് അറിവിലാണ് സുസുക്കി വിക്ടോറീസ്. ഈ ഒരു വിക്ടോറീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള, നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു സുസുക്കിയുടെ ലൈനപ്പിൽ ഈ ഒരു വിക്ടോറീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഗ്രാൻഡിറ്റയുടെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 3 രീതിയിൽ നമുക്ക് എഞ്ചിൻ അവൈലബിൾ ആണ്. ഒരു പെട്രോൾ എഞ്ചിനും അതുപോലെ ഹൈബ്രിഡും ഒരു CNG ഓപ്ഷനിലും ഒരു വാഹനം അവൈലബിൾ ആണ്. 28 കിലോമീറ്റർ മൈലേജും ഈ ഒരു വാഹനം ക്ലൈം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനത്തിനൊന്ന് അടുത്ത് പരിചയപ്പെടാം, എന്തൊക്കെ ഫീച്ചേഴ്സ് കിട്ടും ജസ്റ്റ് നോക്കിയിട്ട് വരാം. എല്ലാവർക്കും പുതിയ വീഡിയോക്ക് ഹൃദ്യമായ സ്വാഗതം. സുസുക്കി വിക്ടോറീസിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗായ്സ്, ഇതാണ് സുസുക്കി വിക്ടോറീസ്. ഈ ഒരു വിക്ടോറീസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ് ഈ ഒരു സുസുക്കി എന്ന് പറയുന്നത്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും വീട്ടിൽ ഫസ്റ്റ് വന്നു പോയൊരു വാഹനം ഒരു പക്ഷേ ഒരു സുസുക്കി വാഹനമായിരിക്കും. ഇന്നത്തെ വീട്ടിൽ നമുക്കൊന്ന് അടുത്ത് പരിചയപ്പെടാം ഈ ഒരു വിക്ടോറീസിനെ. സോ ഇതാണ് ഇതിൻ്റെ ഒരു കീ വന്നുള്ളത്. ഇതിൽ നോർമൽ കീ ആണ് കൊടുത്തിട്ടുള്ളത്. പഴയ മോഡലിൽ എല്ലാ വാഹനത്തിലും കാണുന്ന സെയിം കീ ആണ് ഈ ഒരു വിക്ടോറീസിനും വന്നിട്ടുള്ളത്. പക്ഷെ പുതിയൊരു ആഡ് ഓൺ ആയിട്ട് പറയാനുള്ളത് ഈ ഒരു ബൂട്ട്ലിറ്റ് ഓപ്പണർ കീയിലും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ പുതിയൊരു ആഡ് ഓൺ ആണ് കീയിൽ വന്നിട്ടുള്ളത്. നമ്മൾ ഗ്രാൻഡ് വിറ്റയിൽ കണ്ട സെയിം പ്ലാറ്റ്ഫോമാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഫീച്ചേഴ്സ്, ഒരുപാട് എലമെൻറ്റ്സ് ഈ ഒരു മോഡൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഫ്രണ്ട് പ്രൊഫൈൽ. ജസ്റ്റ് മൂവ് ഓൺ ദ ഫ്രണ്ട് പ്രൊഫൈൽ. അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ എന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു എലമെൻ്റാണ്. കണ്ടോ, അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവ് ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു എലമെൻറ്റ്സ് ഡിസൈൻ ചെയ്തത്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു എലമെൻറ്റ് കാണാൻ സാധിക്കും. താഴെ ഒരു ഗെറ്റ് മെറ്റാലിക് ഫിനിഷിൻ്റെ ഒരു എലമെൻറ്റ് പോയിട്ടുണ്ട്. ഒരു സ്ട്രേറ്റ് ലൈന് നമുക്ക് ഒറ്റ നോട്ടിൽ കണ്ട ഒരു കണക്റ്റഡ് DR ലൈൻ തോന്നും. പക്ഷേ DR ലൈൻ ജസ്റ്റ് ഒരു പ്ലേറ്റിംഗ് മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ താഴെ സുസുക്കിയുടെ വലിയ ലോഗോ കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ സപ്പോർട്ടർ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡാസ് ഫീച്ചേഴ്സ്, ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സാണ് ഈ ഒരു അതിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ റഡാർ സിസ്റ്റമാണ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷനിൽ മാത്രമേ നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് ലഭിക്കുന്നത്. നേരെ താഴെ എയർഡം യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബമ്പറിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്ത ഒരു കളേഴ്സാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫോഗ്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫോഗ്ലാം കുറച്ച് അപ്പായിട്ട് കൊടുത്ത പോലെ തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഗ്രാൻഡ്യൂരിൽ കണ്ട ഹെഡ് ലാമ്പിൻ്റെ പൊസിഷനിലാണ് ഹെഡ് ലാംപ്സ് ഇവിടെ ഒരു ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുള്ളത്. പ്രൊജക്ട് ലാംപ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു കർട്ടൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു എയറോഡാമിക് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കർട്ടൻ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. DR യൂണിറ്റ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പ്രൊജക്ട് LED ലാംപ്സാണ് ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ. കണ്ടോ, അവിടെയാണ് ഡാറ്റ റെഗുലേറ്റർ ലാമ്പും അതുപോലെ തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സും പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ വരുന്നത്. നമ്മളെ സൈഡ് പ്രൊഫൈലെ കുറിച്ച് പറയുന്ന സമയത്ത് യെസ്, അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. സൈഡിൽ മെയിൻ ഹൈലൈറ്റ് പറയാനുള്ളത് ആ ഒരു വീൽസിനെ കുറിച്ചാണ്. ഒരു 17 ഇഞ്ച് വീൽസാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതും ഒരു അലോയ് വീൽസ്, ഒരു ഡുവൽ ടോൺ കളറിലാണ് അലോയ് വീൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 5 സ്പോക്ക് വന്നുള്ളത്. 4 വീൽസ് ഡിസ്ക് ബ്രേക്കാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതൊരു പ്ലസ് പോയിൻ്റ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ഈ ഒരു സുസുക്കിനെ കുറിച്ച് പറയുന്ന സമയത്ത്. അതുപോലെ വീൽ ആർച്ചസ് കാണാൻ സാധിക്കും. സൈഡ് വ്യൂ മിറർ, അതുപോലെ തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 360 ക്യാമറയുടെ സൈഡ് വ്യൂ സപ്പോർട്ടറാണ് സൈഡിൽ കൊടുത്തുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ വരുന്നത്. വാവ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ലോപ്പിംഗ് ഏരിയയാണ്. അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു ഈ ഒരു വിക്ടോർസ് വന്ന സമയത്ത്. ഞാൻ ഈ ഒരു വിക്ടോർസ് ലോഞ്ച് ആയ സമയത്ത് ഒരുപാട് ചെക്ക് ചെയ്തൊരു കാര്യമാണ് ഈ ഒരു സ്ലോപ്പിംഗ് ഏരിയ. ലെറ്റ്സ് ഓവറോൾ ഇതാണ് ഒരു ബാക്ക് പ്രൊഫൈൽ വരുന്നത്. ബാക്കിൽ മെയിൻ ഇഷ്ടപ്പെട്ടത് ആ ഒരു ടെയിലാംസാണ്. കണ്ടോ, ഒരു പ്രത്യേക അട്രാക്റ്റീവ് ടെയിലാംസാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത്. ഒരു കണക്റ്റഡ് ടൈപ്പ് ടെയിലാംസ് നമുക്ക് വിളിക്കാൻ സാധിക്കും. ഹൈമൗണ്ട് സ്റ്റോപ്പെല്ലാം കൊടുത്തിട്ടുണ്ട്. ഷാർഫിൻ ആൻറ്റിന, ചെറിയൊരു സ്പോയിലർ വീണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫോഗ് ലൈൻസ് കാണാൻ സാധിക്കും.
വേറൊരു വൈപ്പേഴ്സും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുസുക്കിൻ്റെ വലിയൊരു ലോഗോ വിക്ടോഴ്സിൻ്റെ ബാഡ്ജിങ്ങും നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ ഹൈബ്രിഡ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കുന്ന ഹൈബ്രിഡ് എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റെ ബാഡ്ജിങ്ങാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരെ താഴത്തെ ബമ്പർ യൂണിറ്റിലും ഫ്രണ്ടിൽ കണ്ട സെയിം എലമെൻറ്റ്സ് ബാക്കിൽ കാണാൻ സാധിക്കും. അതുപോലെ റിഫ്ലക്ഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും ഒരു അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കീ നമുക്കൊരു ബൂട്ടിലിട്ട് ഓപ്പൺ ആക്കാം ഒരുപാട് രീതിയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കീന്ന് ഓപ്പൺ ആക്കാം, അവിടെ പ്രസ് ചെയ്ത് ഓപ്പൺ ആക്കാം. പിന്നെ കാൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഒരു ഇലക്ട്രിക് ടെയിൽ ഗേറ്റാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസ് അത്യാവശ്യം വലിയ മാസീവ് സൈസിലാണ് സ്റ്റോറേജ് സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റീഡിങ് ലാമ്പ് കാണാൻ സാധിക്കും. 2 വാട്ടിന് ചാർജിങ് സോക്കറ്റ്, 60/40 സ്പ്ലിറ്റഡ് സീറ്റാണ് ഈ ഒരു ബാക്ക് കൊടുത്തിട്ടുള്ളത്. പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. ഈ പോർഷൻ നമുക്ക് റിമൂവബിളാണ്, എടുത്ത് മാറ്റാനും സാധിക്കും. ടൂൾ കിറ്റ് കാർഡൊക്കെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ടൂൾ കിറ്റ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വൺ ടച്ച് ക്ലോസ് ചെയ്യാനും സാധിക്കും. നമുക്ക് വൺ ടച്ച് ഓപ്പണും അല്ല വൺ ടച്ച് ക്ലോസിങ്ങും സാധിക്കുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ ടെയിൽ ഗേറ്റ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിനൊരു എക്സ്റ്റീരിയറെ കുറിച്ച് പറയാനുള്ളത്. നമുക്കിതിൻ്റെ ഇൻറ്റീരിയറെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇനി അകത്തെ വിശേഷങ്ങൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് റിക്വസൻസ് ബട്ടൺ കൊടുത്തിട്ട് ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോക്കും അൺലോക്കും ചെയ്യാൻ സാധിക്കും. പക്ഷേ കീ നമ്മൾ എടുത്ത് വെക്കണം, എന്നാലാണ് അത് ഓപ്പറേറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതാണ് ഓവറോൾ ഇതിനൊരു ഇൻറ്റീരിയർ വരുന്നത്. ഫുള്ളൊരു ബ്ലാക്ക് തീമിലാണ് ഇത് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തത്. ഒരു ഡുവൽ ടൺ ഉള്ളൂ, ബ്ലാക്കും അതൊരു ബീച്ച് കളറും നമുക്കവിടെ കാണാൻ സാധിക്കും. ഡോർ പാഡ്, പവർ വിൻഡോ കൺട്രോൾസ്, ബേസ് മോഡിൽ മുതൽ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്ക് അൺലോക്ക്, വിൻഡോ ലോക്ക് ബട്ടൺ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു പോർഷൻ ഡിസൈൻ ചെയ്തത്. ഡോർ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എലമെൻറ്റ്സ് ശ്രദ്ധിച്ചോ, ഇതും അത്യാവശ്യം ഒരു അട്രാക്റ്റീവ് ഫീൽ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു എലമെൻറ്റ്സ് ഡിസൈൻ ചെയ്തത്. ഇവിടെ നമുക്ക് സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. ഇൻഫിനിറ്റിൻ്റെ സ്പീക്കേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ 8 വേ അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രോണിക് സീറ്റ്സ് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, 8 വേ നമുക്ക് ഇലക്ട്രോണിക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റും കൂടിയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കുറച്ച് കൺട്രോൾസ് കാണാൻ സാധിക്കും. HUD ഹെഡ് അപ്പ് ഡിസ്പ്ലേൻ്റെ കൺട്രോൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബ്രൈറ്റ്നസും അതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺസാണ് കൊടുത്തിട്ടുള്ളത്. ഹൈബ്രിഡ് ടെക്നോളജി ആയ കാരണം നമുക്കൊരു ബ്ലൂ ഫിനിഷിലാണ് ഇവിടെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കൊടുത്തിട്ടുള്ളത്. ട്രാഷ് കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ കാണാൻ സാധിക്കും. ക്യാമറ വ്യൂ ഓപ്പൺ ആക്കുന്നത്, ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്, പാർക്ക് സെൻസർ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ, പവർ ഡോർ ഓഫ്. അതുപോലെ തന്നെ ബാക്കിൽ ടെയിൽ ഗേറ്റ് നമുക്ക് വൺ ടച്ച് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല, അതിൽ കാല് കിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുന്നതും നമുക്കിവിടെ ഓഫ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ വിക്ടോറിയസിന്റെ ഇന്റീരിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചാണ്. നമ്മൾ ഇന്നേ വരെ സുസുക്കിയുടെ ലൈനപ്പിൽ കാണാത്തൊരു പ്രത്യേക തരം സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വിക്ടോറിയസിന് വന്നിട്ടുള്ളത്. ഒരുപാട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്ത കാരണം നല്ലൊരു പ്രീമിയം അല്ലെങ്കിൽ നല്ലൊരു ഫിനിഷ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു പ്രീമിയം ടച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു പോർഷൻ കാണുന്നത്. ഒരു സ്റ്റിയറിംഗ് വീല് പറഞ്ഞത് 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ട് ഹോൺ വരുന്നത് ഇതാണ് ഓരോ ഹോൺ വരുന്നത്. അതുപോലെ സ്റ്റിയറിംഗ് വീൽ കൺട്രോൾസ് കാണാൻ സാധിക്കും. ക്ലസ്റ്റർ യൂണിറ്റ് അതുപോലെ മീഡിയ കൺട്രോൾ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഇൻഫർമേഷൻ ഉള്ള ഒരു ക്ലസ്റ്ററാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ആവറേജ് കിലോമീറ്റർ, സെറ്റിങ്സ്, അതുപോലെ തന്നെ വാർണിങ്സ് എല്ലാം നമുക്കിതിൽ അറിയാൻ സാധിക്കും. പിന്നെ സ്പീഡോമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹൈബ്രിഡ് ആയ കാരണം അതിൻ്റെയും ഒരു ഗേജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. വൈപ്പർ കൺട്രോൾസ് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓട്ടോ ഹെഡ് ലാംപ്സ് ഇവിടെ കൊടുത്തില്ല. ഹെഡ് ലാമ്പ് ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് കൊടുത്തില്ല. ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഒരു ഇരുട്ടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓണേ വരും. കുറച്ചുകൂടി നല്ലത് നമ്മൾ എപ്പോഴും ഓട്ടോയിൽ ഓണാക്കി ഇടുന്നതാണ്. അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. 10 ഇൻഡിക്കേറ്റേഴ്സും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നേരെ സെൻട്രൽ കൺസോൾ വരികയാണെങ്കിൽ ഒരു 10 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻഫിനിറ്റി ഹർമൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് കൊടുത്തത്. അത്യാവശ്യം നല്ല ഔട്ട്പുട്ട് തരുന്ന ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തത്. സ്പീക്കേഴ്സ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഇതൊക്കെ നമുക്ക് വയർലെസ്ലി കണക്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് റിവേഴ്സ് ക്യാമറ കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ക്യാമറയാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബാക്കിലെ വിഷ്വൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിലെ വൈഡ് വിഷ്വൽ ബ്ലാക്ക് പ്ലസ് ലെഫ്റ്റ് സൈഡ് കൊടുത്തിട്ടുള്ളത്. ഇത് 2 സൈഡും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതാണ് 360. നമുക്ക് ഏത് വിഷ്വൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ പ്രസ് ചെയ്താൽ നമുക്ക് ഇപ്പോൾ ഫ്രണ്ട് പ്രൊഫൈൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എനിക്ക് റൈറ്റ് സൈഡ് വേണോ, റൈറ്റിലായിട്ട് പോയി പെട്ടെന്ന് എനിക്ക് ലെഫ്റ്റ് സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സൈഡിലോട്ട് പോകും. ബാക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിലോട്ടും പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ഫീച്ചർ നിങ്ങൾ ഏതെങ്കിലും വാഹനത്തിൽ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് പറയുന്ന സമയത്ത്. അതുപോലെ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്.
ആധാർ ലാമ്പിന്റെ ബട്ടൺ, പിന്നെ AC കൺട്രോൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൗണ്ട് മാനുവൽ സ്വിച്ച് ആണ്, സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് മാനുവൽ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ താഴെ ഒരു വയർലെസ് ചാർജിങ് പാഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 C പോർട്ടും ഒരു 12 ഇഞ്ച് ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാനുവലി നമ്മൾ സുസുക്കിലെ ഗിയർ ബോക്സിന് ഇതിലും വന്നിട്ടുള്ളത് ഒരു CVT ഗിയർ ബോക്സിന് അതിൽ കൊടുത്തുള്ളത്. അത് 5 സ്പീഡ് മാനുവൽ ആൻഡ് 5 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. പിന്നെ EV മോഡ് വരുന്നുണ്ട്, ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. ഡ്രൈവ്, പവർ, എക്കോ എന്ന് 2 ഡ്രൈവ് മോഡ്സ് ആണ് ഈ വാഹനത്തിലുണ്ട്. പവർ മോഡും എക്കോ മോഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ വെന്റിലേറ്റഡ് സീറ്റാണ് ഫ്രണ്ടിൽ, രണ്ടിലും വെന്റിലേറ്റഡ് സീറ്റാണ് കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ റിവ്യൂ മിറർ, ഓട്ടോമാറ്റിക് മിറേഴ്സ് തന്നെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സൺറൈസിൽ മിറർ വിത്ത് ലാമ്പാണ് കൊടുത്തിട്ടുള്ളത്. പാസഞ്ചറിലും മിറർ വിത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത്. ഇവിടെ സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. റീഡിങ് ലാംപ്സ് കാണാൻ സാധിക്കും. അതുപോലെ ഒരു പാനോറാമിക് സൺറൂഫാണ്. ഇതിലൊരു സീക്രട്ട് ഉണ്ട്, നിങ്ങൾ ഇവിടെ കൂടെ നോക്കി കിട്ടാ. ഒരു വൈഡ് ഓപ്പണിങ് സൺറൂഫാണ് ഈ ഒരു വിക്ടോറിയസിന് വന്നുള്ളത്. ഇത്രയും നമുക്ക് വൈഡായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും സൺറൂഫിനെ കുറിച്ച് പറയുന്ന സമയത്ത്. അതെനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആരായാലും, കുട്ടികളായാലും വലിയവരായാലും ഈ ഒരു സൺറൂഫ് ഇഷ്ടപ്പെടാതെ ആരും ഉണ്ടാവില്ല. കാരണം ഈ ഒരു ഓപ്പൺ ആക്കിയിട്ട് ഒരു ചിൽ മോഡിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ ഒരു വിഷ്വല് കണ്ട് യാത്ര ചെയ്ത് പറയുക പ്രത്യേകിച്ച് ഒരു ഫീലായിരിക്കും നമുക്കൊരു സൺറൂഫിനെ കുറിച്ച് പറയുന്നത്. അതൊരു പാനോറമിക് സൺറൂഫാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാനോറമിക് ആണ്. സിംഗിൾ പാനെ കുറിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ഇഷ്ടം ഒരു പാനോറമിക് സൺറൂഫാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്ക് സെക്കൻഡ് റോ ജസ്റ്റ് കണ്ടിട്ട് വരാം. ഇനി നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സീറ്റിംഗ് ആട്ടോ. അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്. തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ആയിട്ടും നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടിൽ യാത്ര ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞാൻ സീറ്റ് ഇട്ടുള്ള എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ്, എന്നിട്ടും എനിക്ക് ഇത്രയും ലെഗ് റൂംസ് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ബാക്കിലോട്ട് ഇട്ട് ഒന്ന് കിടന്ന് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. എന്നിട്ടും എനിക്ക് ഇത്രയും ലെഗ് റൂം ഒരു ബാക്ക് പ്രൊഫൈൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഫയൽ പോക്കറ്റ് കാണാൻ സാധിക്കും. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ചാർജിങ് സോക്കറ്റാണ് C പോർട്ട് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സെൻറ്റർ ഇട്ടാണല്ലോ വന്നുള്ളത്. എന്നാലും 3 പേർക്ക് നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും ഈ ഒരു ബാക്ക് പ്രൊഫൈലിൽ ഇരുന്ന് പോകുമ്പോൾ. അല്ലെങ്കിൽ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഹാൻഡ് റെസ്റ്റ്, 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ടാട്ടോ. ചെറിയൊരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തു, എന്നാലും അത്യാവശ്യം നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ചൈൽഡിൻ്റെ സീറ്റ് ലോക്ക് ഓപ്ഷൻസും അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു SUV എടുക്കുമ്പോൾ കൂടുതലും ഫോക്കസ് ചെയ്യണതിൻ്റെ കംഫർട്ടാണ്. കാരണം ഫാമിലി പർപ്പസ് ആണെങ്കിലും നമ്മൾ ഫ്രണ്ട്സായിട്ട് പുറത്തു പോകണമെങ്കിലും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു കംഫർട്ടാണ്. അതിനെ പറ്റിയ സസ്പെൻഷൻ കൂടിയാണ് ഈ ഒരു വിക്ടോറിയസിന് വന്നുള്ളത്. സസ്പെൻഷനെ കുറിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. അത്യാവശ്യം നല്ല സ്റ്റേബിളായ ഒരു സസ്പെൻഷനാണ് ഏറ്റവും വലിയ വിക്ടോറിയസിന് വന്നിട്ടുള്ളത്. പിന്നെ അഡ്ജസ്റ്റബിൾ 3 ഹെഡ് റെസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെൻറ്റർ നമുക്ക് അഡ്ജസ്റ്റ് ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഇതിൽ എല്ലാ ഹെഡ് റെസ്റ്റും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. നമുക്കൊരു സീറ്റ് ബെൽറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സ് ആട്ടോ. തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം നല്ല എക്സ്റ്റെൻഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഹോള് കാണുമ്പോൾ അത് വെന്റിലേറ്റഡ് സീറ്റ് തോന്നും. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രമാണ് വെന്റിലേറ്റഡ് സീറ്റ് കൊടുത്തുള്ളത്. നമുക്ക് പിന്നെ ആക്സറീസ് ആയിട്ട് നമുക്ക് ഷോറൂമിന് ചെയ്യാൻ സാധിക്കും ഒരു വെന്റിലേറ്റഡ് സീറ്റ് ഫിക്സിങ് വരുന്നത്. നമുക്കിതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ ജസ്റ്റ് കണ്ടിട്ട് വരാം. സോ ഗായ്സ്, ഇനി നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കൊരു 3 രീതിയിൽ എഞ്ചിൻ അവൈലബിൾ ആണ്. ഒരു പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ ഒരു ഹൈബ്രിഡ് CNG ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു മെനു ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് കാണാതെ പറയൽ കുറച്ച് ടാസ്ക് ആയ കാരണമാണ് നമ്മൾ നോക്കിയിട്ട് പറയണത്. പെട്രോൾ എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.4 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 75 bhp പവറും അതുപോലെ തന്നെ 139 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ അത്യാവശ്യം നല്ലൊരു പവർ കോഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഹൈബ്രിഡ് വരികയാണെങ്കിൽ 1.4 ലിറ്ററാണ്, 80 bhp പവറും 141 Nm ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് CVT ഗിയർ ബോക്സിൽ മാത്രം അവൈലബിൾ. നമ്മൾ കണ്ടുപിടിക്കുന്നത് ഹൈബ്രിഡ് എഞ്ചിനാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് CNG ആണ്. CNGയിൽ വരുന്നത് 1.4 ലിറ്ററാണ്, ഏകദേശം 64 bhp പവറും 121 Nm ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മാനുവൽ 5 സ്പീഡ് മാനുവലാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല പവർഫോഴ്സ് എന്നൊരു എഞ്ചിനാണ് ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ വേണ്ടി എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ EV മോഡിലാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഹൈബ്രിഡ് ആയ കാരണം. ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റേബിളായ ഒരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ട് ഒരു മണലൊക്കെ ഇട്ട ഒരു പ്രദേശം കേട്ടോ, ഒരു സ്കൂൾ ഗ്രൗണ്ടിലാണ് അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്റ്റേബിളാണ്.
ഒരു ജെർക്കും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. അത്യാവശ്യം നല്ലൊരു കംഫർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു സസ്പെൻഷനെ കുറിച്ച് പറയുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു ഹൈബ്രിഡ് കാര്യം നമുക്ക് സൗണ്ട് കാര്യങ്ങളൊന്നും അറിയില്ല. സ്റ്റിയറിംഗ് വീലും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രിപ്പും ഒരു ഹാൻഡിലും കിട്ടുന്ന സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തുള്ളത്. കണ്ടോ, നമ്മളൊരു മോശപ്പെട്ടൊരു വൈകുന്നേരം കയറുകയാണ്, എന്നിട്ട് നമുക്ക് നല്ലൊരു ഹാൻഡിലിംഗ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് റോഡിലോട്ട് ഇറക്കി ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമുക്കൊരു ഓപ്ഷൻ കിട്ടണമെങ്കിലോ കയറാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കയറാം. അങ്ങനെ നമ്മൾ നേരെ ഡ്രൈവിലോട്ട് ചെയ്താണ്. അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട് കേട്ടോ, അല്ലാണ്ട് ജെർക്കും കാര്യങ്ങളും ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഹൈബ്രിഡ് ആയ കാരണം നല്ലൊരു കംഫർട്ടിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളിപ്പോ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് CVT എന്നൊരു ഗിയർ ബോക്സ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഹൈറ്റിൽ ഇരിക്കുന്ന ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു SUV ക്യാരക്ടർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബോണ്ടിൽ കണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് കാലെടുത്താ കയറി പോകും. അങ്ങനത്തെ ഒരു എടുക്കട മോനെ നീ കൊണ്ടവിടാ ആ ഒരു ക്യാരക്ടർ നമുക്ക് ശരിക്കും ഈ ഒരു വിക്ടോർസ് നമുക്ക് തരുന്നത്. ബ്രേക്കിംഗ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ബ്രേക്കിങ്ങില്. പിന്നെ ഇതിന് മെയിൻ ആയിട്ട് പറയാനുള്ള ഹൈബ്രിഡ് ടെക്നോളജി കാരണം നല്ല മൈലേജ് നമുക്ക് ലഭിക്കും. ഹൈബ്രിഡ് ആണെങ്കിലും അതുപോലെ തന്നെ CNG ആണെങ്കിലും നല്ലൊരു മൈലേജ് നമുക്ക് ലഭിക്കും ഈ ഒരു വിക്ടോർസിനെ കുറിച്ച് പറയുന്ന സമയത്ത്. പിന്നെ നമ്മളിത് ഇതുവരെ കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു സുസുക്കിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു അഡാസ് ഫീച്ചേഴ്സ് പോലും നമ്മൾ ഇന്നേ വരെ സുസുക്കിയിൽ കണ്ടിട്ടുണ്ടാവില്ല. എന്നിട്ടും നമ്മൾ ശരിക്കും നമ്മളിതിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോഴും നമുക്ക് സുസുക്കി തരുന്നത്. കാരണം സുസുക്കി ഒരു പഴയ കാലം മാത്രമല്ല, ഒരു ടെക്നോളജി ഫുള്ളി ട്രെൻഡിങ്ങിന്റെ രൂപത്തിൽ അയക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ആണെങ്കിലും അതിൻ്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഫുള്ളി ട്രെൻഡിങ്ങിന് പിന്നാലെ പോകുന്ന ഒരു ബ്രാൻഡാണ് സുസുക്കി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് BP അങ്ങാടി എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തിരൂർ BP അങ്ങാടി നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൊന്നാനി ചമ്മറട്ടം നെരിപ്പറമ്പ് ഏരിയ. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറ്റിപ്പുറം ഭാഗത്തോട്ട് പോവാം. ഭയങ്കര റഷുള്ള ഏരിയ ആണ് കൂടുതലും ഈ സമയത്ത്. ഉച്ച സമയത്ത് ഭയങ്കര റഷ് ആയിരിക്കും ഇവിടെ. സ്റ്റിയറിംഗ് വീലും കണ്ടു ഭയങ്കര കംഫർട്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. ഭയങ്കര കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ജെർക്കിങ് കാര്യങ്ങളൊന്നുമില്ല. കോർണറിംഗ് കണ്ടോ, ഭയങ്കര കോൺഫിഡൻസോടെ നമുക്ക് കോർണറിംഗ് ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ നമ്പർ കൊടുക്കുന്നവരെ ഇത്രയൊക്കെ ഉള്ള സുസുക്കി വിക്ടേഴ്സിന്റെ വിശേഷങ്ങൾ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് മാത്രമല്ല ഈ ഒരു വിക്ടേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു സുസുക്കി യൂസർ ആണെങ്കിൽ ഇപ്പം നിങ്ങളുടെ വാഹനം ഏതാണെങ്കിലും അതിൻ്റെ ഒരു യൂസർ റിവ്യൂ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് പറയുക. നമുക്കും അറിയാലോ പുതിയ വാഹനം യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പോകുന്നവർക്കും ഒരു ഇൻഫർമേഷൻ ആയിരിക്കും എൻ്റെ യൂസർ റിവ്യൂ കമന്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. സുസുക്കി അറീനയുമായി ബന്ധപ്പെടുക, ടെസ്റ്റ് വേണമെങ്കിലും ബുക്കിംഗ് ആണ് അവരെ ബന്ധപ്പെടുക. കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ചെറിയൊരു ബ്രേക്ക്. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം.